ഹായ്, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഈ ചാനലിലുണ്ട്. അത് ഒരു ട്രോളാണ്. ട്രോൾ വീഡിയോ. ഒരു 2 സെക്കൻഡ് 1 മിനിറ്റ് ഉണ്ടോയെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് പിന്നീട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം 2K കിഡ്സിനെ കുറിച്ചാണ്. 2K കിഡ്സ് ഇപ്പം നമ്മുടെ മുമ്പിൽ വളരെ ഭീകരന്മാരാണ്. അവരിപ്പോൾ എല്ലാവർക്കും ഭയമാണ് സത്യത്തിൽ. എന്നിട്ട് ഇനി നമ്മളെ രക്ഷിക്കാൻ പോവുകയാണ്. നമ്മൾ അവരെ ചുറ്റുപാടിൽ നിന്നും വമ്പൻ ചർച്ചയാണ്. ഭയങ്കര ചർച്ച. നമ്മൾ അവരെ ചുറ്റും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. അവരെ ചുറ്റുമല്ല, അവരെ ഈ വിധത്തിൽ കൊണ്ടെത്തിച്ച നമ്മുടെ തലമുറയിലുള്ള ആൾക്കാരെയാണ് കണ്ടുപിടിക്കേണ്ടത്. അവരെ കണ്ടുപിടിച്ച് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ വേരറുത്ത് കുറ്റവാളികളെ കൂട്ടിലടച്ചാലേ ഇനി വരും തലമുറയെങ്കിലും നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റൂ. അല്ലാതെ ഇവരെ നാലിട്ട് നിന്ന് അവരെ ഇങ്ങനെ രക്ഷിക്കാം എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാതെ പോകും. ഇതിൻ്റെ ഇരകളായി ഇന്ന് കുറ്റവാളികളായി നിൽക്കുന്ന അവരെക്കാട്ടി വളരെ ശക്തരാണ്, പ്രബലന്മാരായ ആൾക്കാരാണ് ഈ മാർക്കറ്റിൽ ഇത് കച്ചവടം ചെയ്യുന്നത്. അത് ചിലപ്പോൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവരായിരിക്കാം, വളരെ ഉന്നതങ്ങളിൽ നല്ല പിടിപാടുള്ളവരായിരിക്കാം. പക്ഷെ നമുക്കാർക്കും അറിയില്ല അത് ആരാണെന്ന്. അതൊരിക്കലും പുറത്തു വരികയില്ല. ഈ കൂട്ടായ്മ, നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ചുറ്റുപാടിൽ നിന്ന് കൂടുന്ന ഈ കൂട്ടായ്മ വളരെ ശക്തമാകാമെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ കണ്ണികളെ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ കുഞ്ഞുങ്ങളിങ്ങനെ ആവാൻ കാരണം നമ്മൾ തന്നെയാണ്. അതായത് നമ്മുടെ തലമുറ തന്നെയാണ്. നമ്മുടെ തലമുറ കണ്ടുപിടിച്ച ഈ വിഷം നമ്മുടെ മക്കളിൽ ഉപയോഗിച്ച് പണമുണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചത് നമ്മുടെ തലമുറക്കാരാണ്. പക്ഷേ എന്നാൽ ചോദിക്കും, പഴയ തലമുറ ഉള്ളപ്പോഴും ഈ മരുന്നുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ശരിയാണ്, അന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുള്ള മരുന്നുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഉള്ള തലമുറയ്ക്ക് അല്പം നമ്മളോട്, ചെറിയ പ്രായക്കാരോട്, അതായത് വരുന്ന തലമുറയോട് അല്പം ഒരു കരുണയുള്ളവരായിരുന്നു. അവരൊരിക്കലും ഒരു കച്ചവടത്തിനോ മറ്റുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചിരുന്നില്ല. അപൂർവം ഇതുപോലുള്ള ചില വിഷജന്തുക്കൾ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ബാഗ് ചാരായമൊക്കെ ഇട്ട് കച്ചവടത്തിനൊക്കെ പറഞ്ഞയക്കുന്ന ചെറിയ കച്ചവടക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവർ ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ വമ്പന്മാരാരും ഇങ്ങനെ പൊതുവെ ഇറങ്ങി കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാറില്ലായിരുന്നു. പക്ഷേ എന്തു പറ്റി, ഈ 2K കിഡ്സ് വളരെ ബുദ്ധിയും അവരുടെ കയ്യിൽ ഫോണും വളരെ 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 കഴിവുള്ളവരും നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവുള്ള പിള്ളേരും ആയിരുന്നു. അവരുടെ തലമുറ തന്നെ ഇല്ലാതാക്കി കളഞ്ഞത് ഈ മയക്കുമരുന്നാണ്, മാഫിയയാണ്. പക്ഷേ ഒരിക്കലും നമ്മുടെ ചർച്ച ആ മാഫിയയുടെ പുറകിൽ പോയിട്ടില്ല. ചില്ലറ കച്ചവടക്കാർ ഇതുപയോഗിച്ച് വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങളെയും പുറകിലാണ് നമ്മളിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ട് കിടക്കുന്നത്. ക്രൂരന്മാരായ ഇതിൻ്റെ മൊത്ത കച്ചവട വ്യാപാരികളെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അവർ ഈ സമൂഹത്തിൽ ഉന്നതങ്ങളിൽ തന്നെ ഉണ്ടാവും. അവരാരാണെന്ന് നമ്മൾക്കറിയത്തില്ലെങ്കിൽ അറിയാവുന്നവർക്കറിയാം. പക്ഷേ അവിടെ തൊട്ടാൽ ഇന്ന് ഈ പദവിയിലിരിക്കുന്നവരാരും അവിടെ ഇരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇവിടെ നല്ല പിടിപാട് ഉള്ളവരല്ലാതെ ഇത്രയും താഴെത്തട്ടിലോട്ട് കുഞ്ഞുങ്ങളെ കയ്യിൽ ഇതെത്താൻ ഒരു സാഹചര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര ഒരു ചാരായത്തിനെക്കാട്ടി എളുപ്പത്തിൽ MDMA മയക്കുമരുന്നും കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിലെത്തുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് പ്രബലരായി ഇവിടെ ഏറ്റവും നല്ല പിടിപാടുള്ളവരുടെ കയ്യിലായിരിക്കും ഈ സാധനം. ആദ്യം ചെയ്യേണ്ട ഇപ്പം കൂടിയിട്ടുള്ള ഈ കൂട്ടായ്മ എല്ലാം കൂടെ കൂടി സത്യസന്ധമായി ഇതിൻ്റെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും കൂടെ കൂടിയിട്ട് ഇതിൻ്റെ യഥാർത്ഥ വേര് കണ്ടെത്തി അത് കടക്കൽ കത്തി വെച്ച് അത് അവിടെ തന്നെ ഇല്ലാതാക്കി കളയണം. അത് കത്തിച്ച് ചാമ്പലാക്കിയില്ലെങ്കിൽ വരുന്ന തലമുറ ഒരു പക്ഷേ ഇതിനെക്കാട്ടി വളരെ ക്രൂരമായി പെരുമാറും. അവരെ തലയിൽ ഈ വിഷം കുത്തിവെച്ച് അവരെ ഇത്ര ഭ്രാന്തന്മാരാക്കി മാറ്റിയത് ഈ വിഷവ്യാപാരികളാണ്. അവരെ കണ്ടെത്താതെ ഈ കുഞ്ഞുങ്ങളെ 4 തീറ്റ ഇരുന്ന് നമ്മൾ അവരുടെ 4 തീറ്റം പൊടിയടിച്ചിരുന്ന ഒന്നും നടക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് എൻ്റെ ഒരു തോന്നലാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. പക്ഷേ എന്നിട്ടും നമ്മൾ കണ്ണടച്ച് കുഞ്ഞുങ്ങളുടെ 4 തീറ്റ നിൽക്കുകയാണ്. ടീച്ചർമാർക്ക് വടി കൊടുക്കണം, ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം, ദൈവവിശ്വാസം, അതൊന്നും അല്ല കാരണം. ദൈവവിശ്വാസത്തിനും ടീച്ചർമാരെ വടികൊടുപ്പിൻ്റെ ഒന്നുമല്ല കാരണം. നമ്മുടെ കൂട്ടത്തിലുള്ള വിഷജന്തുക്കൾ കച്ചവട താല്പര്യങ്ങൾക്കായി പണത്തിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ വേണ്ടി ഈ കുഞ്ഞു മക്കളെ ഉപയോഗിച്ച് അവർ പണം ഉണ്ടാക്കാൻ നോക്കി എളുപ്പ വഴിയിലാണ് ഈ കുഞ്ഞുങ്ങൾ തകർന്നു പോയത്. ഇതിൻ്റെ രുചിയും മണവും മനസ്സിലാക്കി ഇങ്ങനെ വളരെ വളരെ നല്ല സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടെത്തി അവരിലൂടെ
ഈ സമൂഹത്തിൽ ഇത് കൂടുതൽ ദുഷിച്ച സ്ഥലങ്ങളിലോട്ട് എത്തിച്ച് കുഞ്ഞുങ്ങളെ ആണും പെണ്ണും ഭേദമില്ലാതെ മക്കളെ ഇതിൽ ഉപയോഗിക്കുകയായിരുന്നു. അല്ലാതെ ഇത് ഒരു മതവിശ്വാസത്തിൻ്റെയോ അല്ലാതെ ടീച്ചർമാർക്ക് വടി കൊടുക്കുന്നതിൻ്റെയോ ഒന്നുമല്ല. അതൊക്കെ പഴഞ്ച ചിന്താഗതിയിലോട്ട് വീണ്ടും തലമുറയെ കൊണ്ട് എത്തിക്കുന്നതല്ലാതെ വേറെ ഒന്നും ഇതിന് ഉണ്ടാവുകയില്ല. ഇതൊന്നുമല്ല ആവശ്യം. ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം അതെന്താണെന്ന് സ്വാതന്ത്ര്യമെന്ന് തിരിച്ചറിയാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട, സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് മനസ്സിലാക്കി ഇറങ്ങി പുറപ്പെട്ട കുഞ്ഞുങ്ങളെ വഴി തെറ്റിച്ച് ട്രാപ്പിലാക്കി ഈ ഒരു അവസ്ഥയെ കൊണ്ടെത്തിച്ചത് ഇവിടുത്തെ ഈ മയക്കുമരുന്ന് വ്യാപാരികളും അതിൻ്റെ മൊത്ത കച്ചവടക്കാരുമാണ്. യഥാർത്ഥത്തിൽ അവരെ കണ്ടെത്താനൊന്നുമില്ല. അവർ ഈ സമൂഹത്തിൽ തന്നെ കാണും. നല്ല രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കിത് കണ്ടെത്താൻ കഴിയും, അതിന് വേരറുക്കാൻ പറ്റും. അവർക്ക് നിർഭയത്തോട് ജോലി ചെയ്യാൻ രാഷ്ട്രീയത്തിലുള്ളവർ അവരെ അനുവദിക്കുകയും വേണം. ഒരു കാരണവശാലും അവരെ കൈകെട്ടിയിടാതെ മുന്നോട്ട് പോകാമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കണ്ടെത്താൻ പറ്റും, ഇവരെ നിലയ്ക്ക് നിർത്താൻ പറ്റും, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഈ മാഫിയയുടെ വേര് കണ്ടെത്തണം, അവരെ നിലയ്ക്ക് നിർത്തണം. അവരെ അഴിക്കുള്ളിലാക്കിയതിന് ശേഷമേ ഇനി വിശ്രമിക്കാൻ പാടുള്ളൂ. അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് 4 ചുറ്റും നിന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. കുഞ്ഞുങ്ങളുടെ ചുറ്റുമല്ല ഈ കാരണങ്ങൾ, ദൈവങ്ങളുടെ ചുറ്റുമല്ല ഈ കാരണങ്ങൾ. നമ്മുടെ തലമുറയിൽപ്പെട്ടവർ ഈ കുഞ്ഞുങ്ങളെ പണം ഉണ്ടാക്കാൻ വേണ്ടി കച്ചവട മാർഗ്ഗത്തിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ മക്കൾ ഇങ്ങനെയായി തീർന്നത്. ഇത് എൻ്റെ എളിയ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം.